നമുക്ക് നേരെ കോട്ടയത്തേക്ക് പോകാം. ഇപ്പോൾ KSUവിന്റെ മാർച്ച് നടക്കുകയാണ്. കോട്ടയത്ത് MG സർവകലാശാലയിൽ നടക്കുന്ന മാർച്ചിന്റെ ദൃശ്യങ്ങളാണ്. മാർച്ച് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കേണ്ടുന്ന സാഹചര്യം വരുന്നു. KSU ആണ് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. MG സർവകലാശാലയിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് KSUവിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനെതിരെ വിദ്യാർത്ഥി ജനത രംഗത്തെത്തുകയാണ്. കേരള സ്റ്റുഡൻസ് യൂണിയൻ പ്രതിഷേധവുമായി എത്തുന്നു. MG സർവകലാശാലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമമൊക്കെ ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. നമ്മൾ വീണ്ടും തിരികെ പ്രതിഷേധത്തിലേക്കാണ്. KSU പ്രതിഷേധം MG സർവകലാശാലയിൽ തുടരുകയാണ്. ഇപ്പോൾ ഉന്തും തള്ളും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഘട്ടത്തിലേക്ക് KSU പ്രവർത്തകർ എത്തിയതിനു പിന്നാലെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നത്. ചാൻസലറുടെ കോലം കത്തിച്ചു. പിന്നീട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോഴിതാ നേർക്കുനേർ വരുന്നു KSU പ്രവർത്തകരും പോലീസും. നേതാക്കൾ പലരും അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിന്റെ KSUവിന്റെ പ്രതിഷേധം അല്പം സംഘർഷാവസ്ഥയിലേക്ക് എത്തുന്നു കാര്യങ്ങൾ. പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. നേതാക്കൾ അനുനയിപ്പിക്കുകയും ചെയ്യുന്നു. മെസ്സിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ KSUവിന്റെ പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലും സർവകലാശാലകളുടെ കാവ്യവൽക്കരണവും VC തലപ്പത്ത് ഇരിക്കുന്ന VC സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് എതിരെയും വിമർശനം ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ KSU നേരിട്ട് തെരുവിലേക്ക് MG സർവകലാശാലയിലേക്ക് പ്രതിഷേധവുമായി എത്തുന്നു. പ്രവർത്തകരെ പലരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ പോലെ തന്നെ അവിടെ അത്ര ശാന്തമായിട്ടുള്ള സ്ഥിതി, അത് തുടരുക തന്നെ ചെയ്യുകയാണ്. നഗരത്തിലാണ് പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു ബസ്സുണ്ട്, ഒരു സ്വകാര്യ ബസ്സുണ്ട്. ആ ബസ്സിന് മുന്നോട്ട് പോകാനാകുന്നില്ല. ബസ്സിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്, അവിടെ തമ്പടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ അവിടുന്ന് നീക്കാനുള്ള ശ്രമം പോലീസ് നടത്തും. കൂടുതൽ പേരെ ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് മാറ്റുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നഗരം അവിടെ ഗതാഗതമാകെ സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മുന്നോട്ട് പോകാനാകുന്നില്ല. ഇനിയും പ്രവർത്തകർ ബസ്സിന് മുൻപിൽ തന്നെ നിൽക്കുകയാണ്. അതായത് അവരുടെ പ്രതിഷേധം പല രീതിയിൽ അറിയിക്കുകയാണ്. യാത്രക്കാരുണ്ട്, കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ പോലീസിനോട് ചോദിക്കുന്നു അവരെ നീക്കാൻ വേണ്ടി. പക്ഷെ അവർ മുന്നോട്ട് പോകുന്നില്ല. ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി കോട്ടയം നഗരത്തിൽ ഇപ്പോൾ ഉണ്ടാവുകയാണ്. എന്തായാലും സർവകലാശാലകളുടെ കാവ്യവൽക്കരണത്തിനെതിരെയാണ് ഇപ്പോൾ KSUവിന്റെ പ്രതിഷേധം നടക്കുന്നത്. കോട്ടയത്ത് അത് കുറച്ച് ഗുരുതരമാകുന്ന രീതിയിൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഗതാഗതമൊക്കെ സ്തംഭിച്ച് പൊതുജീവിതത്തെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ എത്തുന്നു.